Hi friends, welcome back to my YouTube channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് 5-year പ്ലാൻ. ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ 5-year പ്ലാൻസ് എന്ന മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് 5-year പ്ലാൻസ് നോക്കാം. 5-year പ്ലാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഗ്രോത്തും മോഡേണൈസേഷൻ ഒക്കെ ആയിരുന്നു. ടോട്ടൽ 12 5-year പ്ലാൻസ് ഉണ്ടായിരുന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് 5-year പ്ലാനിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഈ 5-year പ്ലാൻ വന്നത് 1951-56 കാലയളവിലാണ്. ഇത് കൊണ്ടുവന്നത് KN രാജും നെഹ്റു ജവഹർലാൽ നെഹ്റുവും ചേർന്ന് നടപ്പിലാക്കിയ ഒരു പ്ലാനാണ് ഫസ്റ്റ് 5-year പ്ലാൻ. ഈ പ്ലാനിനെ ഹാരോ ഡോമർ മോഡൽ എന്നും അറിയപ്പെടും. അപ്പോൾ പ്രധാനമായിട്ട് എക്സാംസിൽ ഏത് പ്ലാനാണ് ഹാരോ ഡോമർ മോഡലായിട്ട് അറിയപ്പെടുക, ഏത് പ്ലാനാണ് ഗാഡ്ഗിൽ മോഡലായിട്ട് അറിയപ്പെടുക എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഹാരോ ഡോമർ മോഡലായിട്ട് അറിയപ്പെടുന്നത് ഫസ്റ്റ് 5-year പ്ലാനാണ്. ഈ ഫസ്റ്റ് 5-year പ്ലാനിലെ ഏറ്റവുമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് തന്നെയാണ്. അഗ്രികൾച്ചർ, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫാമിലി പ്ലാനിംഗ്, ട്രാൻസ്പോർട്ട്, പ്രൈസ് സ്റ്റെബിലിറ്റിക്കൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാനിൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അപ്പോൾ ഈ പ്ലാനിൻ്റെ തന്നെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത് സർ KN രാജാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 5-year പ്ലാൻസിൻ്റെ സമയത്താണ് 3 ഡാംസ് പണിയെഴുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ ഡാംസ് പണിയെഴുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയിംസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും IITs ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസും UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്ലാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2.1% ഗ്രോത്ത് കൈവരിക്കുക എന്നതായിരുന്നു. പക്ഷേ ഈ ടാർഗറ്റിനേക്കാളും കൂടുതൽ ആക്ച്വൽ ഗ്രോത്ത് 3.6% ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് 5-year പ്ലാൻ വളരെ സക്സസ്ഫുൾ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫസ്റ്റ് 5-year പ്ലാൻ ആണ്, ഹാരോ ഡോമർ മോഡലായിട്ട് അറിയപ്പെടുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്ലാനിലോട്ട് പോവാം. നെക്സ്റ്റ് സെക്കൻഡ് 5-year പ്ലാൻ. സെക്കൻഡ് 5-year പ്ലാൻ അടുത്ത 5 വർഷത്തേക്കാണ് ഉണ്ടായിരുന്നത്. 1956-61 ഇത് നെഹ്റു മഹൽനോബിസ് പ്ലാൻ മോഡൽ എന്നറിയപ്പെടും. മെയിനായിട്ട് മഹൽനോബിസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്. ഈ സെക്കൻഡ് 5-year പ്ലാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനും എക്കണോമിക് സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ദെൻ 3 സ്റ്റീൽ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റൂർഖേല, ഒഡീഷയിലെ റൂർഖേല, ഭിലായ് ഛത്തീസ്ഗഡ് ആൻഡ് ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ. പിന്നെ ഈ സമയത്താണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. 1959 ഒക്ടോബർ 2 പക്ഷേ ഈ സമയത്തല്ല പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. ഇതിൻ്റെ ടാർഗറ്റഡ് ഗ്രോത്ത് 4.5 ആയിരുന്നെങ്കിലും ആക്ച്വൽ ഗ്രോത്ത് 4.3 ഇതിന് കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ 1956 നാഷണൽ ഹൈവേ ആക്ട് നിലവിൽ വരുന്നത്. ഞാനത് ഡാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. സെക്കൻഡ് 5-year പ്ലാനിനെ മെയിനായിട്ടും അറിയപ്പെടുന്നത് മഹാൽനോബിസ് പ്ലാൻ എന്നാണ്. പിന്നെ പഞ്ചായത്തി രാജ് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. പഞ്ചായത്തി രാജ് എൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ബൽവന്ത് രാജ് മെഹ്തയാണ്. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആൻഡ് പഞ്ചായത്ത് രാജ് ഡേ April 24 ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് 5-year പ്ലാൻ. നമുക്ക് തേർഡിലോട്ട് പോവാം. തേർഡ് 5-year പ്ലാനിൻ്റെ കാലാവധി 1961-66 ആണ്. അതായിരുന്നു അതിൻ്റെ പീരീഡ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സെൽഫ് റിലയൻ്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കോണമി കൊണ്ടുവരിക എന്നതായിരുന്നു. അപ്പോൾ ഈ മോഡലാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ഈ മോഡലാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെട്ടിരുന്നത്. ഗ്രീൻ റെവല്യൂഷൻ നടന്നത് തേർഡ് 5-year പ്ലാനിൻ്റെ സമയത്തായിരുന്നു. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ നോർമൻ ബോർലോഗ് ആണ്. ആൻഡ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ്. ദെൻ തേർഡ് 5-year പ്ലാനിൻ്റെ സമയത്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ
1965 നിലവിൽ വരുന്നതും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 നിലവിൽ വരുന്നതും. ആക്ച്വലി ഈ തേർഡ് 5-year പ്ലാൻ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഈ പദ്ധതി പരാജയപ്പെട്ടു. അതിന് പരാജയ കാരണങ്ങൾ, മെയിനായിട്ടുള്ള പരാജയ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം, 1964 നെഹ്റുവിന്റെ മരണം, 1965 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം, 1966 അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമൊക്കെ കാരണമാണ് ഈ തേർഡ് 5-year പ്ലാൻ ഒരു പരാജയമായി പോയത്. ഓക്കെ, ദെൻ ഈ തേർഡ് 5-year പ്ലാനിന്റെ സമയത്തുണ്ടായ ഷോക്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ ബ്രേക്ക് ആണെന്ന് പറയാം. നമുക്ക് എന്ത് പ്ലാൻ ഹോളിഡേ എന്ന് പറയാം. അപ്പൊ ഈ പ്ലാൻ ഹോളിഡേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഹോൾ ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി ഇംപ്ലിമെന്റഡ്, എല്ലാം പുതിയതായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സ്ട്രാറ്റജി കൊണ്ടുവന്നു. ഗ്രീൻ റെവല്യൂഷൻ കുറച്ചുകൂടെ സക്സസ് ആയി. ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇറിഗേഷൻ എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യരംഗത്തുണ്ടായ സ്വയം പര്യാപ്തത ഈ പ്ലാൻ ഹോളിഡേയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. Okay, that's it. And moving to the next 5-year plan. നാലാമത്തെ 5-year പ്ലാൻ ആണ്. ഈ ഫോർത്ത് 5-year പ്ലാൻ അറിയപ്പെടുന്നത് അശോക് രുദ്ര മോഡൽ എന്നാണ്. അശോക് രുദ്ര മോഡൽ എന്നാണ് ഫോർത്ത് 5-year പ്ലാൻ അറിയപ്പെടുന്നത്. ഇതിന്റെ പീരീഡ് എന്ന് പറയുമ്പോൾ 1969 to 1974 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14 ബാങ്ക്സ് ജൂലൈ 1969 14 ബാങ്ക്സ് നാഷണലൈസ് ചെയ്യുകയുണ്ടായി. 1969 ISRO എസ്റ്റാബ്ലിഷ് ചെയ്തു. വൈറ്റ് റെവല്യൂഷൻ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കി. and ടാർഗറ്റഡ് ഗ്രോത്ത് 5.7 ആണെങ്കിലും ആക്ച്വൽ ഗ്രോത്ത് 3.3 ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വൈറ്റ് റെവല്യൂഷൻ is related to milk. Okay, and moving to the next 5-year plan. ഫിഫ്ത്ത് 5-year പ്ലാൻ 1974 തൊട്ട് 1979 വരെ ആയിരുന്നു ഫിഫ്ത്ത് 5-year പ്ലാനിന്റെ പീരീഡ്. DP ധർ മോഡൽ എന്നും അറിയപ്പെട്ടിരുന്നു. ഫിഫ്ത്ത് 5-year പ്ലാൻ is also known as DP ധർ മോഡൽ. ഓക്കെ, DP ധർ മോഡൽ ഏറ്റവും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗരീബി ഹട്ടാവോ ഏത് 5-year പ്ലാനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അത് ഫിഫ്ത്ത് 5-year പ്ലാൻ ആണ്. ഗരീബി ഹട്ടാവോ ഉദ്ദേശിക്കുന്നത് പോവേർട്ടി ഇറാഡിക്കേഷൻ ആണ്. അതിന്റെ കീഴിൽ 20 പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കീഴിൽ വന്ന പ്രോഗ്രാംസിലാണ് ഫുഡ് ഫോർ വർക്ക്, ICDS മീൻസ് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഒക്കെ നിലവിൽ വന്നത്. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും ഈ ഫിഫ്ത്ത് 5-year പ്ലാനിന്റെ നടത്തിപ്പിന് തടസ്സമുണ്ടായി. അങ്ങനെ 1978 കാലാവധി പൂർത്തീകരിക്കാൻ പറ്റാതെ ഈ പദ്ധതി അവസാനിപ്പിക്കുകയുണ്ടായി. ഓക്കെ, അതിന്റെ ഒരു ബ്രേക്ക് എന്നോണം ഒരു റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. ഇതൊരു 2-year പ്ലാൻ ആയിരുന്നു. 1978 to 1980 വരെയാണ്. ഇത് പ്രധാനമായിട്ടും എംപ്ലോയ്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഇത് ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ജനതാ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി അവതരിപ്പിച്ച ഒരു പ്ലാൻ ആയിരുന്നു റോളിംഗ് പ്ലാൻ. ഈ റോളിംഗ് പ്ലാൻ പ്രകാരം ഓരോ വർഷവും സാമ്പത്തിക പുരോഗതി വിലയിരുത്തുകയും അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ വികസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ നിർദ്ദേശിച്ച വ്യക്തിയാണ് കാൾ ഗുന്നർ മെർഡൽ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 5-year പ്ലാൻ. ഇറ്റ്സ് സിക്സ്ത് 5-year പ്ലാൻ. ഈ സിക്സ്ത് 5-year പ്ലാൻ അറിയപ്പെട്ടിരുന്നത് ഗാന്ധിയൻ മോഡലാണ്. സിക്സ്ത് 5-year പ്ലാൻ അറിയപ്പെട്ടിരുന്നത് ഗാന്ധിയൻ മോഡൽ എന്നാണ്. ഇതിന്റെ കാലയളവ് 1980 to 85 ആണ്. ഈ സിക്സ്ത് 5-year പ്ലാനിലാണ് 6 ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത്. സിക്സ്ത് 5-year പ്ലാനിലാണ് 6 ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത് 1980. ഈ പദ്ധതി പ്രകാരം ഉണ്ടായ വികസന പദ്ധതികളാണ് ട്രൈസം, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, DWCRA ഡെവലപ്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്.
ആൻഡ് 1982 നബാർഡ് വരികയും ചെയ്തു. Okay, moving on to the next 5-year plan. 7th 5-year plan ആണ്. 7th 5-year plan 1985 to 1990 ആണ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ആണ്. ഈ 7th 5-year പ്ലാനിനെ രാജീവ് സാം പിത്രോഡ മോഡൽ എന്നും അറിയപ്പെടും. ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആധുനികവൽക്കരണം, സേവന മേഖലയിൽ തൊഴിലവസരങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന് പങ്ക് തിരിച്ചറിഞ്ഞ് അതിൽ ഡെവലപ്മെന്റ് വരുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ടെലികോം റെവല്യൂഷൻ അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രീസ് ഒക്കെ കൂടുതലും ശക്തിയായത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും രാജീവ് ഗാന്ധി തന്നെയാണ്. Okay, next is a break like annual plan. ഇതൊരു 2-year plan ആയിരുന്നു. 1990 to 1992. നമ്മുടെ കേന്ദ്രത്തിലെ അസ്ഥിരമായ ഈ രാഷ്ട്രീയ സാഹചര്യവും അതിന്റെ മോശമായ സാമ്പത്തിക സ്ഥിതിയൊക്കെ കാരണം LPG പരിഷ്കരണങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ്, ആനുവൽ പ്ലാനിന്റെ സമയത്താണ്. ആ സമയത്ത് പ്രധാനമന്ത്രി നരസിംഹറാവുവും ധനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു. Next is 8th 5-year plan. 8th 5-year plan 1992 to 1997 ആയിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു മെയിൻ ഫോക്കസ്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ടു. ഈ LPG പരിഷ്കരണങ്ങളുടെ ഫലമായി രാജ്യത്തിലേക്ക് എത്തിയ ഓഹരികൾ വിറ്റഴിക്കാൻ ബഹ്റുവാനി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരികയുണ്ടായി. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗമായി. 1992 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി സിസ്റ്റം ഒക്കെ നിലവിൽ വന്നത് 8th 5-year പ്ലാനിന്റെ കാലയളവിലാണ്. Okay, next is 9th 5-year plan. 9th 5-year plan വന്നത് 1997 to 2002 മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രാമവികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ്. ഫോക്കസ് ഓൺ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. മെയിൻ ആയിട്ടും വിമൻ എംപവർമെന്റിന് ഫോക്കസ് കൊടുത്തു. ഈ 9th 5-year പ്ലാനിനെയാണ് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 50 വർഷം തികയുമ്പോൾ ഉണ്ടായിരുന്ന പ്ലാനാണ് നമ്മുടെ 9th 5-year പ്ലാൻ. കാർഗിൽ വാറൊക്കെ നടന്നത് ഈ പ്ലാന്റെ കാലയളവിലാണ്. Moving on to the next, it is 10th 5-year plan. ഇത് 2002 തൊട്ട് 2007 വരെയാണ് ഈ 10th 5-year plan ഉണ്ടായിരുന്നത്. Okay, 10th 5-year പ്ലാനിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ വിദേശ മൂലധന നിക്ഷേപമാണ്. ഈ 10th 5-year പ്ലാനെയാണ് മെയിൻ ആയിട്ട് എന്തെന്നറിയപ്പെടുന്നത് കേരള മോഡൽ എന്ന് അറിയപ്പെടുന്നത്. കാരണം ലിറ്ററസി ലെവൽ കൂട്ടുക എന്നതായിരുന്നു ഈ പ്ലാന്റെ ലക്ഷ്യം. ഗ്രോത്ത് റേറ്റ് 7.7% ഗ്രോത്ത് റേറ്റും ഉണ്ടായിരുന്നു. ഈ പ്ലാൻ പ്രൊപ്പോസ് ചെയ്ത അമർത്യ സെൻ ആയിരുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. 11th 5-year പ്ലാൻ ആണ്. 11th 5-year പ്ലാൻ 2007 തൊട്ട് 2012 വരെ ആയിരുന്നു. ഇതിന്റെ മെയിൻ സമഗ്ര വികസനമായിരുന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു 11th 5-year പ്ലാനിന്റെ ലക്ഷ്യം. എഡ്യൂക്കേഷൻ ആക്ട് 2009 ഒക്കെ നിലവിൽ വന്നത് 11th 5-year പ്ലാൻ പ്രകാരമായിരുന്നു. ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച 5-year പ്ലാനാണ് 11th 5-year പ്ലാൻ. ഗ്രോത്ത് റേറ്റ് 7.9% ആയിരുന്നു. And the last 5-year plan is 12th 5-year plan. 2012 to 2017 ആയിരുന്നു 12th 5-year plan. ഈ കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാസ്റ്റർ, മോർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏത് 5-year പ്ലാനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അത് 12th 5-year പ്ലാൻ ആണ്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഹെൽത്തിനെയാണ്. ആ സെന്റൻസ് ഓർത്തു വയ്ക്കുക, ഫാസ്റ്റർ, മോർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. 2014 ഓഗസ്റ്റ് 17 ഈ പ്ലാനിങ് നിർത്തലാക്കി. Currently
no active 5-year plan in India. The government of India decided to discontinue the 5-year plan system on 2014 August 17 and instead adopted a longer-term development strategy called Niti Aayog. Niti Aayog stands for National Institute for Transforming India. അപ്പോൾ ഈ 5-year plan നിർത്തലാക്കുകയും 2014 ഓഗസ്റ്റ് 17 5-year പ്ലാൻ നിർത്തലാക്കുകയും ഒരു ലോങ് ടേം ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആയ നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തു. അതോടെ നമ്മുടെ 5-year പ്ലാൻസ് അവസാനിക്കുകയാണ്. ടോട്ടൽ 12 5-year പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മോഡൽ ആണ്. അതിന്റെ ആർക്കിടെക്ട് കെ.എൻ. രാജ് ആണ്. സെക്കൻഡ് 5-year പ്ലാൻ അറിയപ്പെട്ടത് മഹാലനോബിസ് പ്ലാൻ എന്നായിരുന്നു. തേർഡ് 5-year പ്ലാൻ അറിയപ്പെട്ടത് ഗാഡ്ഗിൽ മോഡൽ എന്നാണ്. ഫോർത്ത് 5-year പ്ലാൻ അറിയപ്പെട്ടത് അശോക് രുദ്ര മോഡൽ എന്നാണ്. ഫിഫ്ത്ത് 5-year പ്ലാൻ വെരി ഇമ്പോർട്ടന്റ് ഗരിബി ഹട്ടാവോ റിലേറ്റഡ് ടു ഫിഫ്ത്ത് 5-year പ്ലാൻ ആണ്. ദെൻ സിക്സ്ത് 5-year പ്ലാൻ ആണ് ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെട്ടത്. ആൻഡ് സെവൻത് 5-year പ്ലാൻ നമ്മുടെ രാജീവ് ഗാന്ധി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് ഊന്നൽ നൽകിയ പ്ലാനാണ്. ആൻഡ് നയൻത് 5-year പ്ലാൻ ആണ് പീപ്പിൾസ് പ്ലാൻ അഥവാ അല്ലെങ്കിൽ റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെട്ടത്. ദെൻ 10th 5-year പ്ലാൻ ആണ് നമ്മുടെ കേരള മോഡൽ പ്ലാൻ. ആൻഡ് 11th 5-year പ്ലാൻ ആണ് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുകയുണ്ടായത്. ആൻഡ് ലാസ്റ്റ് പ്ലാൻ വാസ് 12th 5-year പ്ലാൻ. That's all about the important points of 5-year plans. ഇത്രയും പഠിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് 5-year പ്ലാൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടുകയും മെയിൻ ആയിട്ട് എക്സാംസിന് വരുന്ന പോയിന്റ്സ് കവർ ചെയ്തിട്ടാണ് ഈ 5-year പ്ലാൻസിന്റെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.